ഏവർക്കും നമസ്കാരം. നമ്മളിതൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാല് നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം സാധാരണ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ബിരിയാണി സ്പെഷ്യൽ എനിക്ക് ശകലം ബിരിയാണി ഒക്കെ തിന്നണമെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കി തരും. പക്ഷെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര എണ്ണയും മസാലയും ഒക്കെയാണ്. പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്ന അങ്ങനെയല്ല, നല്ല അടിപൊളി ബിരിയാണിയാണ്. അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ ഓവർ മസാല ഇല്ല, ഒത്തിരി എരിവ് എല്ലാം കുറവാണ് അതിനകത്ത് ചെയ്യുന്നത്. നമുക്ക് തിന്നാൻ വയറിനൊന്നും ഒരു അസുഖവും ഇല്ല. അപ്പൊ ഇവന് അത് ചിലപ്പോൾ കുക്കറിൽ ഉണ്ടാക്കും, ചിലപ്പോൾ ചരുവത്തിൽ ഉണ്ടാക്കും. അങ്ങനെ ഇവന് തോന്നിയ പാത്രത്തിലൊക്കെ ഇവൻ ബിരിയാണി ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ ആണെങ്കിലും പോത്താണെങ്കിലും കോഴിയാണെങ്കിലും ഇവൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രുചിയാണ്. പക്ഷെ മീൻ വെച്ചാൽ കൊള്ളൂല കേട്ടോ. അതൊക്കെ ഞാൻ പഠിച്ചു. ഇപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, മീൻ വെച്ചാൽ ഇപ്പൊ അമ്മ ഉള്ള കാര്യം പറയില്ല. ഇപ്പൊ കോഴിയും ബീഫ് ബിരിയാണി ഒക്കെ ഞാൻ ഉണ്ടാക്കും. പിന്നെ ഒരുമാതിരി ആ കറികളൊക്കെ ഉണ്ടാക്കും അല്ലെ. പക്ഷേങ്കില് ഈ കറികളൊക്കെ ഉണ്ടാക്കണം എങ്ങനെയാ വെച്ചാൽ കൂടുതലുണ്ടല്ലോ ഈ അമ്മ ഇങ്ങനെ ഉണ്ടാക്കണ കണ്ടും ഈ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തും എഡിറ്റ് ചെയ്തും ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഇതിങ്ങനെ ഉണ്ടാക്കി ഞാനിപ്പോ നല്ലൊരു ഷെഫായി മാറി. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്ന ഹോട്ടൽ മാനേജ്മെന്റ് അല്ലേ. എനിക്ക് ഷെഫ് ആവുക എന്നുള്ളതായിരുന്നു ഇഷ്ടം. അപ്പൊ എനിക്ക് ഷെഫ് ആവണം അല്ലെങ്കിൽ കുക്കിംഗ് അതിനോട് വലിയ താല്പര്യമായിരുന്നു. അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് എന്നാ പറ്റിയത്, നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അച്ഛന്റെ അനിയന്മാർ അവരൊക്കെ പറഞ്ഞു, നിനക്ക് ഭയങ്കര പ്രശ്നമാണ്, പ്രോബ്ലം ആണ്, ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ച ഒത്തിരി റിസ്ക് ആണ്, ഭയങ്കര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യണം, അതുകൊണ്ട് നിന്നെ കൊണ്ട് നടക്കത്തില്ല, അതുകൊണ്ട് നീ വരും. ഞാൻ ഇച്ചിരി മടിയൻ ടൈപ്പ് ആയതുകൊണ്ട് നല്ല പണിയാണ് ഹോട്ടൽ മാനേജ്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നടക്കത്തില്ല, അതുകൊണ്ട് നേരെ ഡിഗ്രിക്ക് വെക്കൂ, അതുകൊണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുക ചെയ്തത്. അപ്പൊ ഇന്ന് കുറെ ദിവസമായിട്ട് അമ്മയ്ക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന നോർമൽ ബിരിയാണിയേ അല്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡപ്പ ബിരിയാണി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് അല്ലെങ്കിൽ ടിഫിൻ ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നോർമൽ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ കുറെ സമയം വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഈ ഡബ്ബ ബിരിയാണി അല്ലെങ്കിൽ ടിഫിൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തീരാട്ടോ. കാരണം എല്ലാ സാധനങ്ങളും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മതി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്ക് കുക്കിംഗ് ടൈമും കൂടെ മതി. അല്ലാതെ നമ്മൾ അതിന്റെ പുറമെ ഒന്നും നിൽക്കണ്ട. പിള്ളേർക്ക് ഈസി ആയിട്ട് ടിഫിൻ ആയിട്ട് കൊടുത്തു വിടാനും പറ്റും, കഴിക്കാനും പറ്റും. അങ്ങനെയുള്ളതാണ് ടിഫിൻ ബിരിയാണി അല്ലെങ്കിൽ ഡബ്ബ ബിരിയാണി. അപ്പൊ ഈ ഡബ്ബ ബിരിയാണി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഈ എയർ ഫ്രയർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫിലിപ്സിന്റെ എയർ ഫ്രയർ നമ്മൾ വാങ്ങിച്ച കാര്യം പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ അകത്ത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഇതിന്റെ അകത്ത് ചിക്കൻ വറക്കാം, മീൻ വറക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാം. അതാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന്റെ അകത്ത് റൈസ് ഉണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, പുലാവ് ഉണ്ടാക്കാം, ഒത്തിരി ഐറ്റംസ് ഇതിന്റെ അകത്ത് ഉണ്ടാക്കാം. അതിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നമ്മുടെ ഫിലിപ്സിന്റെ എയർ ഫ്രയർ. ഈ എയർ ഫ്രയറിന്റെ ഒരു പ്രത്യേകത, ഇത് ബേസ് മോഡലാണ്, അതായത് 5000 രൂപയുടെ ഉള്ളിലാണ് ഇതിന്റെ റേറ്റ് ഉള്ളൂ. അപ്പൊ ഈ ഒരു എയർ ഫ്രയറിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് പർച്ചേസ് ചെയ്യാം. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെയുള്ള മറ്റ് പ്രൊഡക്റ്റുകളുടെ ഒക്കെ ലിങ്ക് വരെ ഞാൻ കൊടുക്കാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. കാരണം ഇതും കൊണ്ട് ഒത്തിരി ഉപയോഗം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എയർ ഫ്രയറിൽ എങ്ങനെ ടിഫിൻ ബിരിയാണി ഉണ്ടാക്കാന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒരു കാര്യം, ഞാൻ ടപ്പേ നമുക്ക് ആ ഒരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ ചിക്കൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് എടുക്കേണ്ട എന്താ വെച്ചാൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് എല്ലുള്ള ചിക്കനും ഉണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ബോൺലെസ് വേണം, ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ, കുറച്ച് അധികം മൂക്കാത്ത ചിക്കൻ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സംഭവം എടുക്കാനായിട്ട്. ഈ ഒരു ടിഫിനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യമുള്ളതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ലേശം മുളക് പൊടി, ചില്ലി പൗഡർ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചതച്ചതാണേലും മതി കേട്ടോ. അപ്പൊ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ലേശം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഒരു 2 പച്ചമുളക് ചതച്ചതുണ്ട്, അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റ് ആണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഒരു ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അരി വീഴാതെ ഒരു ലേശം ലൈം ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലേശം നെയ്യാണ് കേട്ടോ, ഗീ ആണ്. ഒരു ലേശം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം പുതിനയുടെ ഇല, മല്ലിയില, ഒരു ലേശം തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലേശം തൈരും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ.
അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് വെക്കാം. ഒപ്പം ഇനി ഇതിനകത്തേക്ക് ഒരു സാധനമാണ് നമുക്ക് ചേർക്കാണ്ട്, ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ്. നമ്മൾ ഇതിനകത്ത് ഗരം മസാല ചേർത്തില്ല. അപ്പൊ ഗരം മസാല നമുക്ക് വേണമെങ്കിൽ ഗരം മസാലയായിട്ട് ചേർക്കാം, അതല്ലെങ്കിൽ നമുക്ക് ബിരിയാണി മസാലയുണ്ട്, രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ശേഷം ഒരു സ്പൂൺ ഉണ്ട് കേട്ടോ, ഒരു സ്പൂൺ നമ്മുടെ ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണി മസാല നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ബിരിയാണി മസാല തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ നോർമൽ മസാല, അത് ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന മസാലയാണ്, ഇതുപോലത്തെ മസാലയും ചേർക്കാം. അപ്പൊ ഞാനൊരു ലേശം നമ്മുടെ പൊടിച്ചു വെച്ച മസാലയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇനി കേട്ടോ. അപ്പൊ മസാലയുടെ അളവൊക്കെ നമ്മുടെ അനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ എയർ ഫ്രയറിൽ എങ്ങനെ നമുക്ക് ഡബ്ബ ബിരിയാണി ചെയ്യാം എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം നമുക്ക് എരിവിലേക്ക് നമ്മൾ പോകുന്നില്ല, എങ്കിലും ഇതിന് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ എരിവ് അനുസരിച്ച് നമുക്ക് എരിവിൽ മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക്. അപ്പൊ നമ്മൾ മസാലയൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു മിക്സ് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. അങ്ങനെ കുറച്ച് സമയം നമ്മളുടെ ഈ ഒരു ചിക്കൻ കണ്ടോ നല്ല ഒരു രീതിയിലാണ് കേട്ടോ, നല്ല കളറൊക്കെ ഒരു പ്രത്യേക കളറിലാണ്, വലിയൊരു റെഡിഷ് കളറൊന്നുമല്ല, പക്ഷെ ഇതൊരു നല്ല അടിപൊളി ഒരു ബിരിയാണിയുടെ ഇതിലാണ്. അപ്പൊ നമ്മുടെ ഡബ്ബ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം, ഈ ചിക്കൻ നമ്മളിങ്ങനെ വെച്ചിരിക്കില്ല തൈരില്, നമ്മൾ ചിക്കൻ പീസ് മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ ഇതിനകത്ത് നിന്ന്. അതായത് നമ്മുടെ ഈ ഒരു തൈരും ഗ്രേവിയും നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണം. അപ്പൊ ചിക്കൻ മാത്രം നമ്മൾ പിറക്കി 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 എടുക്കുവാണ് കേട്ടോ. അപ്പൊ ചിക്കന്റെ കാര്യത്തിൽ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, വളരെ ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ വേണം എടുക്കാനായിട്ട്, ബോൺലെസ് ആയിട്ട് ഉള്ള വളരെ ഇളം ചിക്കനാണ് എപ്പോഴും നല്ലത് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ചിക്കൻ പീസ് എല്ലാം നമ്മളിത് ഇങ്ങനെ പിറക്കിയെടുത്തു. ഓക്കെ, ഈ ചിക്കൻ പീസ് പിറക്കിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു മസാല ഇല്ലേ, ഈ കിടക്കുന്ന മസാല, ഈ മസാലയിലേക്ക് നമ്മൾ നമ്മുടെ ബാക്കി വന്ന തൈരില്ലേ, ആ തൈരും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവുക. കണ്ടോ, ഈ തൈരും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുവാണ്. ഇതിന് നമുക്കൊരു കാര്യമുണ്ട്. അപ്പൊ നന്നായിട്ട് നമ്മളിത് ഈ തൈരും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ബിരിയാണി മസാല കൂടി അല്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം. ഈ ഗ്രേവിയിലേക്കാണ് നമ്മൾ ലേശം മസാലയും കൂടി ഇട്ടത്. അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഈ മസാല നമ്മൾ കണ്ടോ ഈ ഒരു ഗ്രേവി ടൈപ്പിൽ നമ്മൾ മാറ്റി വെക്കുവാണ്. നമ്മുടെ റൈസ് ആണ് ഇത് കണ്ടോ. ഈ റൈസ് നമ്മൾ നോർമൽ ബിരിയാണിക്ക് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയേണ്ടത് പട്ട, ഏലക്ക, ഗ്രാമ്പു ഒക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗീയോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ റൈസും കൂടി ഇട്ട് നമ്മൾ ഒരു 75% വേവിച്ചെടുത്ത റൈസാണ്. അത് ഫുള്ള് വെന്തിട്ടില്ല. നമ്മൾ സാധാരണ ദം ബിരിയാണി ഉണ്ടാക്കാൻ വേവിക്കുന്ന പോലെ തന്നെ ഒരു 75% വേവിച്ച ഈ ഒരു റൈസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ റൈസ് മാറ്റി വെക്കുക. ഇനി നമ്മളുടെ ഡബ്ബ നമ്മൾ എടുക്കാൻ, ടിഫിൻ കണ്ടോ, ഇതിലാണ് നമ്മൾ ഇനി നമ്മളുടെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം, ഈ ടിഫിൻ ബോക്സിലേക്ക് നമുക്ക് ഇനി നമ്മളുടെ ഈ ഒരു ബിരിയാണി നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം സാധാ ബിരിയാണിയിൽ നമ്മൾ ആദ്യമേ ചിക്കൻ ആണ് ഇടുന്നത്. എന്നാൽ ഡബ്ബ ബിരിയാണിക്കകത്ത് നമ്മൾ, ടിഫിൻ ബിരിയാണിയിൽ നമ്മൾ ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് നമ്മളുടെ റൈസ് ആണ് ഇടുന്നത്. കണ്ടോ, നമ്മൾ ഒരു ലെയർ റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, അടുത്ത സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഫ്രൈഡ് ഒനിയൻ ആണ്. കണ്ടോ, ഈ ഫ്രൈഡ് ഒനിയൻ ഒക്കെ നമ്മുടെ എയർ ഫ്രയറിന്റെ അകത്ത് നമുക്ക് ഫ്രൈ എടുക്കാം. നമുക്ക് ഒരല്പം എണ്ണ സ്പ്രേ ചെയ്തിട്ട് ഈ ഒനിയൻ ഒക്കെ നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രൈ ചെയ്യാം. ഇതിനൊന്നും നമുക്ക് സമയം ചെലവില്ല. കണ്ടോ, അപ്പൊ ഇത് നമുക്കൊരു ലേശം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ തൈര് നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഒരു മോയ്സ്ചറിലാണ് ഇനി നമ്മുടെ കുക്കിംഗ് നടക്കുന്നത്. കണ്ടോ, അപ്പൊ നമ്മുടെ ഒരു ലേശം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഒരല്പം പുതിനയില, ഇതിൽ പുതിന ഉണ്ട്, പുതിനയും മല്ലി നമ്മളുണ്ട്, എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിൾ ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അത് ഇട്ട് കൊടുത്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ലെയർ നമ്മുടെ റൈസ് ഇടാൻ പോവാണേ. ഇത് നമുക്കൊരു 2 പേർക്ക് കഴിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ നമ്മുടെ ഈ ഒരു തൈര്, യോഗട്ടാണ്, പുളി വളരെ കുറവുള്ളതായിരിക്കും, ഒത്തിരി പുളിയായി പോകരുത്. നമ്മൾ യോഗട്ട് വാങ്ങിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വളരെ പുളി കുറവുള്ള തൈര് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ അത് മിക്സ് ചെയ്തു. ഓക്കെ, കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കണം, അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ.
വീണ്ടും നമ്മൾ നമ്മുടെ അടുത്ത ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. വീണ്ടും നമ്മൾ നമ്മുടെ സബോള ഫ്രൈ ചെയ്തിട്ടു. ഇനി നമ്മളുടെ ഒരു അല്പം ഗ്രേവി ഉണ്ട് കേട്ടോ, അതങ്ങ് ഇട്ടേക്കാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്. ഈ ഒരു ഗ്രേവിയുടെ മോയ്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു റൈസും ചിക്കനും ഒക്കെ ഇനി കുക്കാകാൻ പോകുന്നത്. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് ഇനിയാണ് നോർമൽ ബിരിയാണിയിൽ നമ്മൾ എപ്പോഴും താഴെയാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്, പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടുമ്പോൾ മുകളിലാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, നമ്മുടെ ഈ ഒരു റൈസിന്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. എയർ ഫ്രയർ ബിരിയാണിക്കകത്ത് മുകളിലാണ് നമ്മൾ ചിക്കൻ, ഇതിൻ്റെ അകത്ത് ഡബ്ബ ബിരിയാണിയിലൊക്കെ മുകളിലാണ് വെക്കുന്നത്. അപ്പൊ നമ്മളിത് നമ്മുടെ ചിക്കൻ പീസുകൾ നമ്മൾ നന്നായിട്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ ജ്യൂസ് ഇറങ്ങും കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ. അപ്പൊ അതിലൊക്കെയാണ് ഇനി നമ്മളുടെ കുക്കിംഗ് നടക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെ മുഴുവൻ സാധനങ്ങളും ഇതിലേക്ക് ഇട്ടു. ഇനി നിങ്ങൾക്ക് വലിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇതിൻ്റെ അകത്ത്. നമ്മുടെ പാത്രങ്ങളൊക്കെ മറ്റേ ഇത് കണ്ടോ, ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഇത്രയും സാധനം ചെയ്യാനായിട്ട്. നമുക്ക് ഒട്ടും ഒരു താമസം നമുക്ക് വേണ്ട, നമുക്കൊട്ടും സമയം കളയാൻ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമ്മളുടെ കുറച്ച് പുതിന മല്ലി ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈ ഡബ്ബ നമ്മൾ ഇനി അങ്ങ് അടയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്കൊരു 2 പേർക്ക്, അതായത് നമുക്ക് വലിയ ആൾക്കാർക്ക് 2 പേർക്ക് കഴിക്കാവുന്ന ഒരു ഡബ്ബയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളിത് മുഴുവൻ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഡബ്ബ, നമ്മുടെ ടിഫിൻ നമ്മൾ അടച്ചു. ഇനിയാണ് മാജിക്. ഈ ടിഫിൻ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് വെച്ചിട്ട് നമുക്ക് ജോലിക്ക് പോകാം. വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾ ഇത് എടുത്തൊരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊരു 15 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നേരെ ഇത് കുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ നമുക്ക് ഈ ഡബ്ബ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ വേണമെങ്കിൽ. അപ്പൊ എന്തൊരു എളുപ്പമാണെന്ന് നോക്കണം. ഇനി നമ്മുടെ എയർ ഫ്രയർ നമ്മൾ തുറക്കുക. നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എയർ ഫ്രയർ തുറക്കുക. എയർ ഫ്രയറിന്റെ ഈ ഒരു ട്രേക്കകത്തേക്ക്, കണ്ടില്ലേ, നമ്മുടെ ഈ ട്രേക്കകത്ത് ഇറങ്ങും നമ്മുടെ ഈ ഡബ്ബ. കണ്ടോ? അപ്പൊ ഇച്ചിരി കൂടെ വലിയൊരു ഡബ്ബ നിങ്ങൾ എടുത്താൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എന്റെ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ടിഫിനാണ് നമ്മൾ എടുത്തത്. ഇതിനേക്കാളും അല്പം കൂടി ഹൈറ്റ് ഉള്ള ടിഫിൻ നോക്കി നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഒരു 3 പേർക്കുള്ള ബിരിയാണി നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ എയർ ഫ്രയറിൽ ഇത് വെക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന്റെ ടൈമിംഗ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ എയർ ഫ്രയറിന്റെ അകത്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ടൈമിംഗ്, നമ്മളുടെ ടൈമിംഗ് ആണ് ഫിലിപ്സിന്റെ ഈ ഒരു ബേസ് മോഡലിലെ ടൈമിംഗിൽ നമ്മൾ ആദ്യം ഒരു 5 മിനിറ്റ് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കുക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കണം. ഓക്കെ, നമ്മൾ 140 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ വീണ്ടും ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്യണം. ഒരു 12 to 15 മിനിറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? നമ്മുടെ ടൈമർ ഓഫ് ആകും. നമ്മൾ ഈ എയർ ഫ്രയർ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ഈ എയർ ഫ്രയർ തന്നെ വെക്കുക. അത് 7 മിനിറ്റ് മതി, 7 to 10 അതിനുള്ളിൽ നമുക്ക് നമ്മുടെ എയർ ഫ്രയർ തുറന്ന് നമുക്ക് നമ്മുടെ ബിരിയാണി നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, കുട്ടികൾക്കൊക്കെ ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ഒരു റിസ്ക്കും ഇല്ല. രാവിലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എയർ ഫ്രയർ ബിരിയാണി നിങ്ങൾക്ക്, ഡബ്ബ ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു കാര്യം, ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. എങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് നമുക്ക് ലാസ്റ്റ് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ടൈം കഴിഞ്ഞു, നമ്മുടെ കുക്കിംഗ് പ്രോസസ് ഒക്കെ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് മുതൽ ഒരു 7 മിനിറ്റോളം നമ്മൾ ഇത് വെച്ചിരുന്നു കേട്ടോ, ഓഫ് ആയതിനു ശേഷം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ചൂടായിരിക്കും മിക്കവാറും നമുക്ക്. അപ്പൊ നമ്മുടെ ബിരിയാണി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, എന്തൊരു ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിയാവോ? ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രന്റെ ഒക്കെ ഇതില്ലേ, സാഫ്രനൊക്കെ വെള്ളത്തിലിട്ടിട്ട് കുറച്ചൊന്ന് നമുക്കിപ്പോ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അത് ചെയ്യാഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് നമുക്ക് കിട്ടും, സാഫ്രനൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് നമുക്കിത് ആ ഒരു മോയ്സ്ചർ ഡബ്ബ ബിരിയാണി ആയിട്ടുണ്ട്. അപ്പൊ പിള്ളേർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടണമെങ്കിൽ, അല്ലെങ്കിൽ ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും, നമുക്ക് നോർമൽ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ബിരിയാണിയുടെ നമുക്കൊന്ന് ചിക്കനൊക്കെ മാറ്റി നമുക്ക് റൈസ് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് റൈസും കൂടെ നമുക്ക് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡബ്ബ ബിരിയാണി അല്ലെങ്കിൽ ടിഫിൻ ബിരിയാണി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിന്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മൾ ഈ ചിക്കൻ മിക്സ് ചെയ്ത സമയത്ത് മാത്രമാണ് ഇച്ചിരി ഗീ ഒഴിച്ചോളൂ. നമ്മൾ ഇതിലൊന്നും ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി ഇതിൽ നിങ്ങൾക്ക് ഗീ ഒഴിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ ഫ്രീ ബിരിയാണിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് നോർമൽ ചിക്കനും തൈരും സാധനങ്ങളും ഉള്ളൂ. ഇതിനകത്ത് ഓവറായിട്ട് എണ്ണയോ ഡാൽഡയോ നെയ്യോ ഒന്നും ഇല്ലാത്ത ഒരു ബിരിയാണിയാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ഹെൽത്തിന് വളരെ നല്ലൊരു ബിരിയാണിയാണ്. ബിരിയാണി കഴിക്കണം എന്ന് താല്പര്യമുള്ള കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും ഇത് കഴിക്കാം. ചിക്കന്റെ കാര്യം ഉപയോഗിച്ചല്ല ഞാൻ പറയുന്നത്. നോർമൽ ഒരു ബിരിയാണിയിൽ നമുക്കറിയാം എന്തോരം ഡാൽഡയും നെയ്യും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാം. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ ആ ഒരു കുഞ്ഞു ഡബ്ബയിലാണ് ഉണ്ടാക്കിയതെങ്കിലും നമുക്ക് ഇത്രയും ഒരു ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു ബിരിയാണിയും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു മിന്റ് ലൈമും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനുള്ള ഉണ്ട്. കണ്ട ആ ഒരു ഡബ്ബയില ഉണ്ടാക്കിയെങ്കിലും നമുക്ക് ഇത്രയൊക്കെ മതി കഴിക്കാനായിട്ട്. അപ്പൊ ബാക്കി 2 പോർഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ശരിക്കും 3 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഇതിൻ്റെ അകത്ത് ഉണ്ട്. ആ ഒറ്റ ഡബ്ബയിൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലിയ ഡബ്ബയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. നിങ്ങൾ എല്ലാവരും എയർ ഫ്രയറിന്റെ അകത്ത് ഈ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. എന്തായാലും അടിപൊളി ടേസ്റ്റുമാണ്, ഒപ്പം തന്നെ ഈസി കുക്കിംഗ് ആണ്. നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എയർ ഫ്രയർ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡബ്ബ ബിരിയാണിയാണ് ചെയ്തത്. അടുത്ത ദിവസം നമ്മൾ നോർമൽ ബിരിയാണി ഇതിനകത്ത് വേറെ രീതിയിൽ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിക്കാം. അതോടൊപ്പം തന്നെ പുലാവ് മറ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ കാണിക്കാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കാൻ കൂടി മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി പറയുകയാണ്, ലൈക്ക് ചെയ്തില്ല ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എയർ ഫ്രയറിന്റെ കൂടുതൽ വിഭവങ്ങൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ കാണാം.